ഹായ് മക്കളെ, നാളത്തെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് എന്തൊക്കെ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ, ഏതൊക്കെ ചാപ്റ്റർ നമുക്ക് കാണാൻ പറ്റും എല്ലാം പറഞ്ഞുതരാം. ഈ ഒരൊറ്റ വീഡിയോയിൽ, ഈ ഒരു ചെറിയ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എവിടെ തൊട്ട് പഠിക്കും, എന്താ സാറേ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്നുള്ളതൊക്കെ ചോദിക്കുന്നവരാണ് ഈ ഒരു വീഡിയോ എനിക്ക് തരാനുള്ളത്. കാരണം നിങ്ങൾ ഇനി ഒന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ ഈ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എങ്കിലും ഇല്ലേ നിങ്ങൾ നോക്കിയിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം അത് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു A+ കിട്ടും. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ചാപ്റ്ററുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു പാസേജ് തരും, അതിൽ നിന്നൊരു 4-5 ചോദ്യങ്ങൾ വരും. അത് ഏത് ചാപ്റ്റർ ആയിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, അതിൽ കാര്യമില്ല. പിന്നെ നിങ്ങൾ പഠിക്കാത്തൊരു പാസേജിൽ നിന്ന് ഇതുപോലെ തന്നെ ഒരു പാസേജ് തന്നിട്ട് അതിലൊരു 4-5 ക്വസ്റ്റ്യൻസ് വരും. അതും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഏത് പാസേജും നമുക്ക് തരാം. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു പോയമായിട്ട് ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു പോയം കോംപ്രഹെൻഷൻ ചോദിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ സോങ് ആയിരിക്കാം, ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സോങ് ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹോപ്പ് ഈസ് എ തിങ് വിത്ത് എ ഫെദർ ആയിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ആസ്ട്രോണമർ എന്ന് പറഞ്ഞ കവിതയായിരിക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് പോയം കോംപ്രഹെൻഷൻ ആയിട്ട് തരിക. അതിലുള്ള പോയറ്റിക് ഡിവൈസുകൾ ചിലപ്പോൾ ചോദിക്കാം, ഏതെങ്കിലും ഒരു വരിയുടെ അർത്ഥം എന്താണെന്നുള്ളതൊക്കെ ചോദിക്കാം. ഓക്കെ, സോ ഈ 3 ചോദ്യങ്ങളും ഇല്ലേ, ഈ 3 ചോദ്യങ്ങളും നമുക്കൊരു 100% ഉറപ്പിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി നിങ്ങളോട് ഈ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു വെച്ചാൽ അതിൽ നിന്ന് നമ്മുടെ മണിയുടെ ഡയറി എൻട്രി ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മുടെ കോൺവെർസേഷൻ, മണിയും ഗ്രാൻമയും തമ്മിലുള്ള കോൺവെർസേഷൻ, അല്ലെങ്കിൽ മണിയുടെ ക്യാരക്ടർ സ്കെച്ച് ഗ്രാൻമയുടെ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. സോ മണിയുടെ ക്യാരക്ടർ സ്കെച്ച്, അതുപോലെ തന്നെ നറേറ്റീവ് റൈറ്റിംഗ്, അവന് മണി നറേറ്റ് ചെയ്യുന്ന, ഒരു ഫ്രണ്ടിനെ നറേറ്റ് ചെയ്യുന്ന പോലത്തെ നറേറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 7 Ages of Man എന്ന് പറഞ്ഞിട്ടുള്ള കവിതയിൽ നിന്ന് നമുക്കൊരു പാരഗ്രാഫ് ലൈൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനേ മാക്സിമം ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. ലിറ്റിൽ തിങ്സ് മാറ്ററിൽ നിന്ന് ചോദിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതിൽ നിന്ന് നമ്മുടെ കലാമിൻ്റെ ഡയറി എൻട്രി ചോദിക്കാം, കലാമിൻ്റെ ക്യാരക്ടർ സ്കെച്ച്, കലാം എഴുതുന്ന ഇമെയിൽ, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് റൈറ്റിംഗ്. ഇത് നമുക്ക് പഠിച്ചു പോകേണ്ട ആവശ്യമില്ല. ഈ 3 നിങ്ങൾ എന്തായാലും പഠിച്ചു പോവാം. ഇനി ഹോപ്പ് ഈസ് എ തിങ് വിത്ത് ഫെദേഴ്സിൽ നിന്ന് നമുക്ക് ഈ 2 ഈ ഒന്നുകിൽ പോയം കോംപ്രഹെൻഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ലൈൻസ് തന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും ചോദിക്കാം. ഇനി പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ഒരു ഡയറി എൻട്രി ചോദിക്കാം, ഒരു ഇൻഫോർമൽ ലെറ്റർ, ചിലപ്പോൾ ഇമെയിൽ, ചിലപ്പോൾ നറേറ്റീവ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ദ ഡേ മൈ വേൾഡ് ചേഞ്ചഡിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതൽ. ഇത് വളരെ പ്രയോറിറ്റി കൊടുത്തിട്ട് പഠിക്കണം. ഇതിൽ നിന്ന് മലാലയുടെ ഡയറി, സ്പീച്ച്, അതായത് എഡ്യൂക്കേഷൻ ഫോർ ഗേൾസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു സ്പീച്ച്, അതുപോലെ ലെറ്റർ ചോദിക്കാം, കോൺവെർസേഷൻ, മൊനീബയും മലാലയും തമ്മിലുള്ള കോൺവെർസേഷനും ന്യൂസ് പേപ്പർ റിപ്പോർട്ടും ചോദിക്കാം. ടോക്കിംഗ് ഓഫ് സയൻസിൽ നിന്ന് നമുക്കൊരു ഇൻ്റർവ്യൂവും ഒരു ഇമെയിലുമാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഇനി എൻജിൻ ട്രബിൾ നിന്ന് ഇതുപോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് എൻജിൻ ട്രബിൾ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമ്മുടെ നറേറ്ററുടെ ഡയറി, ഈ ഒരു കെയോസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് റിപ്പോർട്ട്, നമുക്കൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്ന് പറയുന്നത് അത് ചാൻസ് കുറവാണ്, ഒരു 50% ചാൻസേ ഇത് ചോദിക്കാറുള്ളൂ. പിന്നെ ഒരു ഫോർമൽ ലെറ്റർ നമ്മളോട് ചോദിക്കാം. അസ്ട്രോണമർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കവിതയിൽ നിന്ന് നമുക്കൊരു ലൈൻസ്, പാരഗ്രാഫ് എഴുതാനായിരിക്കും. അപ്രിസിയേഷൻ ചോദിക്കില്ല, പക്ഷേ ലൈൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഗെറ്റ് ടുഗദർ ഇതുപോലെ തന്നെ ലൈൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും. നമുക്ക് എന്താ പറയുക, അപ്രിസിയേഷൻ എഴുതാൻ എന്തായാലും ചോദിക്കില്ല. ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനിയിൽ നമുക്കൊരു സ്പീച്ച് നല്ല ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു നോട്ടീസും നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നിങ്ങൾക്ക് ഏത് ചാപ്റ്ററിനാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എന്തായാലും ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇവന്റ് ഇൻവിറ്റേഷൻ. നോട്ടീസ് ചോദിക്കുകയാണെങ്കിൽ ഇവന്റ് ഇൻവിറ്റേഷൻ ചോദിക്കില്ല, പക്ഷേ നോട്ടീസ് ചോദിക്കുന്നില്ല എന്നുണ്ടെങ്കിലേ ഈ ചോദ്യം എന്തായാലും നമുക്ക് ഉറപ്പിക്കാം. ഗ്രാമറിൽ നിന്നല്ലേ നിങ്ങൾക്ക് ഏകദേശം ഒരു 8 മുതൽ 10 മാർക്കിനായിരിക്കും ചോദിക്കുക. അതിൽ കോൺവെർസേഷൻ കംപ്ലീഷൻ ആയിരിക്കും 4 മാർക്കിന് ചോദിക്കുക. അതിൽ ക്വസ്റ്റ്യൻ ടാഗ്, WH ക്വസ്റ്റ്യൻ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, ഹാഡ് ബെറ്റർ, ഇഫ് ക്ലോസ്, ഇതിൽ ഏതെങ്കിലും ഒരു 4 എന്തായാലും വരും. പിന്നെ നിങ്ങൾക്ക് എഡിറ്റിംഗിൽ നിന്നൊരു 2 മുതൽ 3 മാർക്കിന് ചോദിക്കാം. ഫ്രേസൽ വേർബ് 2 മുതൽ 3 മാർക്കിന്, പ്രപ്പോസിഷൻ ഒരു 2 മുതൽ 3 മാർക്കിന്. ഇത്രയും ക്വസ്റ്റ്യൻസ് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ഷുവർ ആയിട്ട് കണ്ടിരിക്കും, എന്നെ വിശ്വസിക്കാം. ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തി കഴിഞ്ഞാലല്ലേ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു A+ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്, ബൈ.